ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ദിവസം എനിക്ക് പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ എനിക്ക് ഒരു പൊതിച്ചോറ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കറികൾ ഞാൻ, പിന്നെ കുറച്ച് കറികൾ അമ്മ, അങ്ങനെയായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കിയത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ കൊപ്പക്കായ എന്ന് പറയുന്നത് പപ്പായ കറി അതുണ്ടായിരുന്നു. അത് ഉപ്പേരിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോവക്കായ, മുട്ട, ചാള വറ്റിച്ചത്, അച്ചാറ്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വല്ലതും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഒരു ഇലച്ചോറ് തയ്യാറാക്കിയത്. അത് കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. മുട്ടയും പിന്നെ കോവക്കായ ഉപ്പേരി, പിന്നെ പിന്നെ ചമ്മന്തി, ഇത് മൂന്നും ഞാൻ ഉണ്ടാക്കിയത്. ബാക്കിയൊക്കെ അമ്മയാട്ടോ. പിന്നെ ചാള വറുത്തത് ഞാനാണ്. അതൊക്കെ പുരട്ടിയത് അമ്മയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മേനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് വിചാരിച്ചിട്ട് തെറ്റിദ്ധാരണ ഒന്നും വേണ്ട ആർക്കും. അപ്പോൾ അത് ഞങ്ങൾ രാവിലെ ഉണ്ടാക്കി. അത് പൊതിഞ്ഞ് രാവിലെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അത് തുറന്നപ്പോൾ എൻ്റെ ദൈവമേ, ഇപ്പോഴും കാണുമ്പോൾ വായിലിങ്ങനെ വെള്ളം വരും. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 പേർക്കായിട്ട് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക്, എനിക്ക്, മോൾക്ക്, ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് ഉണ്ടാക്കിയത്. അപ്പയ്ക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പയ്ക്ക് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയാണ് പൊതിയലും പിന്നെ വെക്കലൊക്കെ ചെയ്തത്. എനിക്കിങ്ങനെ പൊതിയാനൊന്നും എനിക്കറിയില്ല കേട്ടോ, വലിയ ഐഡിയ ഒന്നുമില്ല. അമ്മയാണ് ചെയ്തത്. നമ്മൾ ഈ കടയിൽ മേടിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തം വീട്ടിലുണ്ടാക്കി കഴിക്കണതാ. അതാണ് ശരിക്കും ആ പൊതിച്ചോറിൻ്റെ ടേസ്റ്റ്. അപ്പം അങ്ങനെ ഞാൻ കഴിച്ചു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും വല്ല തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പിന്നെ ഒരു അച്ചാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ലൂവിക്ക. അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. അപ്പോൾ അഗെയിൻ താങ്ക് യു.